ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോയൽ എൻഫീൽഡിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പാർട്ട് 9ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. റോയൽ എൻഫീൽഡിൻ്റെ മാത്രമല്ല ഏതൊരു വണ്ടിയുടെയും ഡിസ്ക് പാഡ് തീർന്നോ ഇല്ലയെന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഡിസ്ക് പാഡ് മുഴുവനായിട്ടും തേഞ്ഞു തീർന്ന് പാഡ് പിടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് പീസ് ഡിസ്കുമായിട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് പ്ലേറ്റ് കംപ്ലൈൻ്റ് ആകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് പാഡ് മുഴുവനായിട്ട് തേഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇത് പുതിയ ഡിസ്ക് പാഡാണ്. ഡിസ്കുമായിട്ട് ചേർന്നിരിക്കുന്ന ഈ ഒരു പോർഷനാണ് ഡിസ്ക് പാഡ് വരുന്നത്. അതിൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് ആ ഡിസ്ക് പാഡ് പിടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് പീസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ഇരുമ്പ് പീസ് ഡിസ്കുമായിട്ട് ചേരാതെ നോക്കേണ്ടതാണ്. നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഇത്ര കിലോമീറ്റർ വെച്ച് മാറണമെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം പലരും പല രീതിയിലാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ചിലർ ആവശ്യ സമയത്ത് മാത്രമാണ് ബ്രേക്ക് പിടിക്കുന്നതെങ്കിൽ മറ്റു ചിലർ ബ്രേക്ക് പെഡലിൽ തന്നെ കാലുവെച്ച് വണ്ടി ഓടിക്കുന്നവരുമുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തന്നെ തേഞ്ഞു തീരുന്നതിന് കാരണമാകുന്നു. ചില ആൾക്കാർ ഫ്രണ്ട് ബ്രേക്ക് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ചില ആൾക്കാർ ബാക്ക് ബ്രേക്ക് ആയിരിക്കും. രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് തേഞ്ഞു തീരുന്നത്. അപ്പോൾ ബ്രേക്ക് പാഡ് മുഴുവനായിട്ട് തേഞ്ഞു തീർന്ന് ഈ ഒരു ഇരുമ്പ് പീസ് ഡിസ്കുമായിട്ട് പിടിക്കുന്നതിന് മുമ്പ് തന്നെ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ 270 രൂപ കൊടുത്ത് ഡിസ്ക് പാഡ് മാറുന്നതിന് പകരം നിങ്ങൾ 2000-ന് മുകളിൽ പൈസ കൊടുത്ത് ഡിസ്ക് പ്ലേറ്റ് തന്നെ മാറേണ്ട ഒരു സാഹചര്യം വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.